ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ചിക്കൻ വെച്ചിട്ടാണ്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേ മെത്തേഡിൽ തന്നെ ബീഫിലും ചെയ്യാവുന്നതാണ്. നമ്മൾ ബിരിയാണിയിലൊക്കെ ചേർത്ത് കൊടുക്കുന്ന മാതിരി ഇതിൽ അധികം മസാലയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതുണ്ടാക്കി എടുക്കാനാണെങ്കിലും വളരെ ഈസിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുക എന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ടിപ്പോൾ ഞാൻ 1 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് റൈസ് വേണം. അപ്പം ഞാനിവിടെ 3 കപ്പ് കൈമ റൈസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കിത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യണം. അതിനുശേഷം ഒരു അരമണിക്കൂർ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാനായിട്ട് മാറ്റി വയ്ക്കണം. പിന്നെ ഇതിലേക്ക് വേണ്ടത് 3 മീഡിയം സൈസുള്ള സവാളയാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 6 പച്ചമുളക്, 1 കുടം വെളുത്തുള്ളി, അപ്പോൾ ഏകദേശം ഒരു 25 വരും. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. അപ്പോൾ ഇത് 3 കൂടെ ആദ്യം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1 കപ്പ് മല്ലിയില. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കയ്യിൽ പുതിനയില ഉണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കണം. എൻ്റെ കയ്യിൽ ഇപ്പോൾ പുതിനയില ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ 4.5 കപ്പ് വെള്ളം വേണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 കപ്പ് തേങ്ങാപ്പാലും എടുത്തിട്ടുണ്ട്, 2.5 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ടോട്ടൽ 4.5 കപ്പ് വെള്ളമുണ്ട്. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു പാത്രം വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായിട്ട് വന്നോട്ടെ. അപ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 2 കഷ്ണം പട്ട, 4 ഏലക്ക, 6 ഗ്രാമ്പൂ, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം, ഇത്ര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തീയൊക്കെ ഒന്ന് കുറച്ച് കൊടുക്കണം. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറി ലീവ്സും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിനി ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല. സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതി. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഒന്ന് കൂട്ടി കൊടുത്തിട്ട് ഒരു 3 മിനിറ്റ് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കനൊക്കെ ഒരു വൈറ്റ് കളറാവുന്നവരെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്തരം പൊടികൾ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറണം. അപ്പം മുളക് പൊടി അതുപോലെ തന്നെ കുരുമുളക് പൊടിയൊക്കെ കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടിയിട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ചെറിയ കുട്ടികളുള്ളത് കൊണ്ടാണ് കുറച്ചിട്ട് കൊടുത്തത്. ഇപ്പോൾ നന്നായി മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒരു 3-4 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. ഇത്രയ്ക്ക് മതി. ഇനി നമുക്ക് ചിക്കൻ വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ നിന്ന് 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പം നല്ല തിളപ്പിച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബാക്കി വെള്ളം വരുന്നത് 3.5 കപ്പ് വെള്ളം കൂടെ ബാക്കി വരും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് ഇടയ്ക്ക് ഇതുപോലെ ഒന്നെടുത്ത് ഇളക്കി കൊടുക്കണം. ഇനി വീണ്ടും ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം ഞാൻ 2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള 1.5 കപ്പ് തിളച്ച വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 3.5 കപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തങ്ങ് കൂട്ടി ടോട്ടൽ 4.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഇനി നമുക്കിത് ആദ്യം ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴേക്കും നമ്മുടെ അരിക്കൊന്ന് തിളച്ച് വരും. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ നമ്മുടെ അരിയൊന്നും വെന്തിട്ടും ഉണ്ടാവുകയില്ല, വെള്ളമൊക്കെ പെട്ടെന്ന് വറ്റിയും വരും. അതുകൊണ്ട് തന്നെ അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോഴും അരിയൊന്നും ശരിക്കും വെന്ത് വന്നിട്ടില്ല, അതുപോലെ തന്നെ വെള്ളം ശരിക്കും വറ്റി വന്നിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് വീണ്ടും അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാം. കുറച്ച് ടൈം എടുക്കും. ഇനി ഇത് വീണ്ടും നമുക്കൊന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറും ചിക്കനും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ വെച്ചിട്ടുള്ള ഇറച്ചിച്ചോറ് റെഡി ആയിട്ടുണ്ട്. അധികം കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നല്ല കറക്റ്റ് പാകത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതിനി അടച്ച് വയ്ക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.